അതെ, നമ്മൾ ഇന്നലെ പുള്ളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു, താമരപ്പാടത്തിലോട്ട്. ഇലോനും കൊണ്ടാ പോയത്. അവനും ഹെയർ ഒക്കെ വെട്ടി ഒതുക്കാനുള്ള ടൈമായി. അപ്പം ആ ഗ്യാപ്പിലങ്ങ് പോയതാ. അവിടെ കൊണ്ടു ചെന്നപ്പോൾ തന്നെ ഇവനങ്ങ് പേടിച്ചു പോയി. ഇവന് പണ്ടൊരു ട്രോമ ഉണ്ടായിട്ടുണ്ട്, ഇതുപോലെ മുടിവെട്ടൊക്കെ കൊണ്ടുപോകാൻ പോയപ്പം. ഷോപ്പിന്റെ പേരൊന്നും ഞാൻ പറഞ്ഞില്ല. അവനിങ്ങനെ അവിടെ നിന്ന് അടി കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം ഇങ്ങനത്തെ ആക്സസറീസ് കാര്യങ്ങൾ ഷോപ്പൊക്കെ കാണുമ്പോൾ ഇവനങ്ങ് ഭയങ്കര പാനിക്കായി പോകും. അപ്പൊ എനിക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു ഇവര് ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത്. അപ്പൊ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു, പേടിക്കേണ്ട, നിങ്ങൾക്ക് നിങ്ങളുടെ പെറ്റിന്റെ കൂടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ നിന്നു, ഒരു വിഷയമില്ല എന്ന് പറഞ്ഞു. സത്യം പറയാൻ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പെറ്റ്സുകൾ എല്ലാവർക്കും മനസ്സിലാവും, ഗ്രൂമിങ്ങിന് കൊണ്ടുവന്നവർക്ക്. കണ്ടതും കിടന്ന് കാണിക്കുന്നുണ്ട്, ഒരു വിധത്തിൽ നിന്നു കൊടുക്കത്തില്ല. അമ്മ അത് പേടിച്ചിട്ടാണ്, വേറൊന്നും ചെയ്യാനില്ല. അവരാണെങ്കിൽ മാക്സിമം അവരുടെ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അവനിങ്ങനെ സോഫ്റ്റ് ആയിട്ടൊക്കെ പിടിക്കുന്നത് തന്നെ. എന്താ പറയുക, കസ്റ്റമർ സർവീസ് അടിപൊളിയായിരുന്നു. പിന്നെ ഇവനാണെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ലാളിച്ച് വെച്ചേക്കും. അപ്പൊ എപ്പോഴും വീട്ടിലൊരാളുണ്ടാവും. അപ്പൊ ഇവനെ എങ്ങോട്ടെങ്കിലും നമ്മളൊന്ന് നീങ്ങിക്കഴിഞ്ഞാൽ അപ്പം തന്നെ കരയാൻ തുടങ്ങും. അങ്ങനത്തെ സീനൊക്കെയാണ് ഇവൻ. അപ്പൊ കുളിപ്പിക്കാൻ കൊണ്ട് ഭയങ്കര കരച്ചിലായിട്ട് ഞാൻ അവിടെ പോയി നിന്ന്. അപ്പൊ അവിടെ വേറെ പെറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആദ്യമായിട്ടാണ് എനിക്ക് പിന്നെ മുടി വെട്ടാൻ കൊണ്ടുപോയിട്ട് 100% സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് ഞാൻ തിരിച്ചു വരുന്നത്. കാരണം അവൻ മുടി വെട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ഡെസ്പായിട്ട് ഭയങ്കര സൈലന്റ് ആയിട്ട് കിടക്കാം. പക്ഷെ അവൻ നോർമലായിട്ട് എന്നത്തെയും പോലെ തന്നെയാണ് തുള്ളിച്ചാടി നടന്നത്. ഈ കാണുന്നതാണ് അവരുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. അവർ വീട്ടിൽ വന്നിട്ടാലും ചെയ്തു തരും. ഗ്രൂമിംഗ് ഡേയിൽ അവനൊരു കറക്കുള്ളതാണ്, അത് പതിവാണ്. അപ്പൊ ഞങ്ങൾ കറങ്ങിയിട്ട് വരാം കേട്ടോ. അപ്പൊ ഇത്രേ ഉള്ളൂ. താങ്ക് യു.